അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസുമായിട്ടുള്ള അമേരിക്കയുടെ ചർച്ച ഏറെക്കുറെ പൂർത്തിയായി. അമേരിക്കയുടെ ഏദൻ അലക്സാണ്ടർ എന്ന് പറയുന്ന പൗരനും മരണപ്പെട്ട 4 ബന്ദികളുമാണ് അമേരിക്കയുടേതായിട്ടുള്ളത്. അങ്ങനെ 4 ബന്ദികളെയും 4 മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹവും ഏദൻ അലക്സാണ്ടറെയും മോചിപ്പിക്കാൻ വേണ്ടി ധാരണയായിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. എന്നാൽ ഇത് ഒരു കരാർ പത്രമാണെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില നിബന്ധനകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതിന്റെ കാര്യത്തെക്കുറിച്ച് ഇതുവരെ പുറത്തൊന്നും വിവരം വന്നിട്ടില്ല. അതാരാണ്, ഏത് തരത്തിലാണ് എന്നുള്ളത്. ഇപ്പോ ഈ ഇസ്രായേൽ ബന്ദിയെ മോചിപ്പിക്കുന്ന സമയത്ത് ഒരു ബന്ദിക്ക് പകരം 100 പേരെയോ 1000 പേരെയോ ഒക്കെ മോചിപ്പിക്കാൻ കരാറുണ്ട്. പലസ്തീൻ അമേരിക്കയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അങ്ങനെ അമേരിക്കയുടെ കൈവശത്തിൽ പലസ്തീൻ ജയിലിൽ കിടക്കുന്നില്ല എന്നുള്ളതും അതൊരു കരാർ വ്യവസ്ഥ അല്ല എന്നതിനാൽ മറ്റെന്തെങ്കിലോ കരാർ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ